കോളേജ് പ്രൊഫസറെ സ്നേഹിച്ച തൂപ്പുകാരി. രചന വിജയ് സത്യ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തന്റെ കയ്യിൽ നിന്ന് വീണ്ടും സെബാൻ സാറിന് അപകടമുണ്ടായതോർത്ത് ജെന്നിഫറിന് ഒരേ സമയം സങ്കടവും അതേപോലെ ചിരിയും പൊട്ടി. രണ്ടു പ്രാവശ്യവും തന്നെ കൂട്ടിയിടിച്ച സെബാൻ സാറിന് സംഭവിച്ച കാര്യങ്ങൾ അവൾ വീട്ടിലെത്തി അമ്മച്ചിയോട് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അത് പാവം കൊച്ച, എനിക്കറിയാം, നല്ല സ്വഭാവ. നിനക്ക് പറയായിരുന്നില്ലേ റോസമ്മയുടെ മകളാന്ന്? അത് ഞാൻ പറയാൻ ശ്രമിച്ചാ അമ്മച്ചി. അതിനുമുമ്പ് യാദൃശ്യമായിട്ട് രണ്ടു പ്രാവശ്യം കൂട്ടിയിടിച്ചല്ലോ. അതിന്റെ വെപ്രാളത്തിൽ പിന്നെ എങ്ങനെയാന്ന് പരിചയപ്പെടുക? എന്തായാലും നീ കാര്യം പറ, കളിയാക്കാനും നിൽക്കണ്ട, ശാപം കിട്ടും. അമ്മച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും ആ ഓരോ സംഭവങ്ങൾ ഓർക്കുമ്പോഴും ജെന്നിഫറിന് ചിരി നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഒരാഴ്ച അങ്ങനെ കടന്നു. ജെന്നിഫർ അമ്മയുടെ ഒഴിവിലെ ജോലിക്കായി എന്ന് കോളേജിൽ പോയിക്കൊണ്ടിരുന്നു. റോസമ്മയ്ക്ക് അല്പം ആരോഗ്യമൊക്കെ കിട്ടി. ആഴ്ചയിലെ തൂപ്പ് ജോലിയും കോളേജ് ജീവിതവും നന്നായി പൊരുത്തപ്പെട്ടിരുന്ന ജെന്നിഫർ ഇപ്പോൾ ജെന്നിഫറിനെ കാണുമ്പോൾ സെബാൻ മാഷ് പാനിന് മുൻവശം രണ്ടു കൈ കൊണ്ട് മറച്ചു പിടിച്ചാണ് നടക്കുന്നത്. പിറ്റേന്ന് കോളേജിലേക്ക് ജോലിക്ക് ഇറങ്ങുമ്പോൾ അവൾ തീരുമാനിച്ചു എന്തെങ്കിലും സാവധാനത്തിൽ പുള്ളിയെ കണ്ട് ക്ഷമയൊക്കെ ചോദിച്ചൊന്ന് പരിചയപ്പെടണം. രാവിലെ തന്നെ തന്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലികളൊക്കെ പൂർത്തിയാക്കി ജെന്നിഫർ സെബാൻ മാഷിന്റെ ക്ലാസ്സിലേക്കുള്ള വരവും കാത്ത് ചൂലും കയ്യിൽ പിടിച്ച് ഒരിടനാഴിൽ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് നിൽപ്പായി. മുകളിൽ നിന്ന് ഇടയ്ക്കിടെ അവൾ അയാളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വാതിക്കിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞാണ് താഴെ എ ബ്ലോക്കിലെ BSc മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് റൂമിൽ നിന്നും പുള്ളിക്കാരൻ കോലും കുന്തവും കുടച്ചക്രവുമായി വരുന്നത് അവൾ അവിടുന്ന് കണ്ടു. ഉടനെ അവൾ രണ്ടാം നിലയിലെ C ബ്ലോക്കിൽ അയാളുടെ ക്ലാസ് റൂമിന് തൊട്ട് സമീപത്തെ ഇടനാഴിൽ വന്ന് നിന്നു. അയാൾ ക്ലാസ് റൂമിന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഇടനാഴിൽ ചൂലും പിടിച്ചു നിൽക്കുന്ന ജെന്നിഫറിനെ കണ്ടു. അവളെ കണ്ടതും ചതുർത്ഥി ചന്ദ്രനെ കണ്ട പോലെ അയാളുടെ മുഖം ചുളുങ്ങി. തുടർന്ന് അങ്ങോട്ട് നോക്കാതെ വളരെ അകലം വിട്ട് അയാൾ നടന്നു വന്നു. അയാൾ അടുത്തെത്തിയപ്പോൾ അവൾ എന്തോ സംസാരിക്കാൻ മുന്നോട്ടാഞ്ഞു. പക്ഷേ സെബാൻ മാഷ് ആവട്ടെ തല മറുവശത്തേക്ക് തിരിച്ച് അവളെ മൈൻഡ് ചെയ്യാതെ അവളെയും കടന്ന് നടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് പിന്നിൽ നിന്ന് ജെന്നിഫർ വിളിച്ചു, മാഷേ ഒന്ന് നിൽക്കണേ. അത് കേട്ട് അയാൾ നിന്നു. എന്താ, എന്തു വേണം? ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്, അതൊക്കെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല. സോറി കേട്ടോ, അങ്ങനെയൊക്കെ സംഭവിച്ചതിനും സോറി പറയാൻ പോലും പറ്റിയിട്ടില്ല. അത് സാറില്ല, വേറെന്താ? ഞാനിവിടെ തൂപ്പ് ജോലിക്ക് വരുന്ന റോസമ്മയുടെ മകളാ, അതറിയാമോ? ഏയ്, ഞാൻ അന്വേഷിച്ചില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല. റോസമ്മയുടെ മകളാണോ? എന്നിട്ട് പുള്ളിക്കാരുടെ ഒരു ഗുണമൊന്നും ഇല്ലല്ലോ. എന്താ പേര്? എൻ്റെ പേര് ജെന്നിഫർ. എൻ്റെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് ഒക്കെ തികച്ചും യാദൃശ്ചികമായിരുന്നു. അത് വെച്ച് എന്നെ വിലയിരുത്തല്ലേ? ഇല്ല, ഞാൻ ഒരുപാട് വിലക്കാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സ്കെയിൽസും ട്രയാങ്കിളും കയ്യിൽ ചേർത്ത് അവളെ തൊഴു തന്നെ നിൽക്കായിരുന്നു അപ്പോൾ സെബാൻ മാഷ്. അയ്യോ, എന്തെങ്കിലും തൊഴല്ലേ, ഇനിയൊരു ഉപദ്രവം താങ്ങാൻ പറ്റില്ല, അതാ. അത് കേട്ട് അവൾ ചിരിച്ചു. അവളുടെ ചിരി കണ്ടപ്പോൾ അയാൾക്കും ചിരി വന്നു. ശരി, എന്നാ ഞാൻ പൊക്കോട്ടെ ക്ലാസ്സിലേക്ക്. അയാൾ അവളോട് താഴ്മയോടെ കൃത്രിമമായ അനുവാദം ചോദിച്ചു. മാഷിയുടെ ഓവറാക്ഷൻ കണ്ട് അവൾ ആയിക്കോട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി പറഞ്ഞു. സെബാൻ മാഷ് ക്ലാസ് റൂമിലേക്ക് കയറിപ്പോയി. പാവം, കൂടുതലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. കളിച്ചു വെച്ച് നോക്കുമ്പോൾ ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ കഷ്ടി 10ാം ക്ലാസ് ഫെയിൽ, അത്ര തന്നെ. അതായിരിക്കും ഈ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. എന്നാലും തന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും അയാളോട് പറയാൻ പറ്റില്ല. താൻ പഠിക്കാത്ത പെണ്ണാണെന്ന് അയാൾ കരുതി കാണും. അങ്ങനെ തന്നെ കരുതട്ടെ. അങ്ങനെ ദിവസം കടന്നുപോയി. എന്നാൽ പിറ്റേ ദിവസം തൊട്ട് അവൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അയാൾ വളരെ നന്നായി അവളോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തു. അവളും മാഷോട് തന്റെ വിദ്യാഭ്യാസ കാര്യം ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതൊരു നല്ല സൗഹൃദമായി തീരാൻ പിന്നെ ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. കല്യാണം കഴിക്കാൻ വേണ്ടി സെബാന്റെ വീട്ടിൽ നിന്നും അമ്മച്ചിയുടെ നിർബന്ധം തുടരുന്ന നാളുകളായിരുന്നു അത്. ഭക്ഷണം കഴിക്കുമ്പോഴാണ് അമ്മ ഓരോ കാര്യങ്ങൾ പറയുക. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കല്യാണക്കാരി എടുത്തിടും. പലപ്പോഴും അമ്മ പറയുന്ന ആ വിഷയം ഉൾക്കൊള്ളാനാവാതെ ഭക്ഷണം പകുതിക്ക് വെച്ച് കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് പോകും. അതോടുകൂടി ആ അമ്മച്ചിക്ക് ഭയമാണ്. അതുകൊണ്ട് കുറെ നാൾ ആ വിഷയം അവർ പറയാറില്ല. എന്നാൽ ഈടെ അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി. നീയൊക്കെ എന്തിനെ കൊള്ളാടാ, ആ കോളേജിൽ എന്തോരം കുട്ടികളുണ്ട്, അതിൽ നിന്ന് ഒന്നിനെ കണ്ടെത്താൻ നിനക്ക് ആവുന്നില്ലല്ലോ. ചോ, വീണ്ടും തുടങ്ങി. അമ്മച്ചി, അതൊക്കെ എന്റെ ശിഷ്യകളല്ലേ, കണക്ക് ക്ലാസ്സിലെ നീ എടുക്കുന്നത്. നിന്റെ ക്ലാസ്സുമായിട്ട് ബന്ധമില്ലാത്ത അതിൽ പെടാത്ത എന്തോരം കുട്ടികൾ വേറെയുണ്ട്. എന്നാലും ആ കോളേജിലെ കുട്ടികളെല്ലാവരും എന്നെ സാറേ എന്നല്ല വിളിക്കുന്നത്. അവർക്ക് ഞാൻ ഗുരുനാഥനാ, അതമ്മച്ചി മറക്കല്ലേ. ഓ, ഒരു ഗുരുനാഥൻ വന്നിരിക്കും. എന്നാ പിന്നെ അവിടെയുള്ള വല്ല എക്സെപ്റ്റിനെ നോക്കൂടെ? ഒന്നും കൊള്ളില്ല, ഒക്കെ മാരേജ് കഴിഞ്ഞാ. അവിടെ ഒരെണ്ണത്തിന് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതൊരു പറ എന്താ? അമ്മച്ചിക്ക് ആകാംക്ഷയായി. അതൊരു പാവം തൂപ്പുകാരി പെണ്ണാണ്. അയ്യേ, നാണല്ലേ ഒരു കോളേജ് പ്രൊഫസർ തൂപ്പുകാരി പെണ്ണിനെ ആലോചിക്കാൻ? ആരാലോചിച്ചു? ഞാൻ ആലോചിച്ചിട്ടൊന്നുമില്ല. ഇച്ചിരി കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അമ്മച്ചിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും സെബാൻ മാഷിന്റെ ഉള്ളിൽ ജെന്നിഫർ തന്നെയായിരുന്നു ജ്വലിച്ചു നിന്ന്. എന്തൊരു സൗന്ദര്യമാണ്! കൊത്തിവലിക്കുന്ന ആകർഷണമുള്ള കണ്ണുകൾ. ഒരുപാട് പ്രാവശ്യം അവളുടെ മുമ്പിൽ ഒരു കോമാളിയെ പോലെ പെട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴേക്ക് അവളുടെ മുത്തുപൊഴിയുമ്പോഴുള്ള ചിരിയായിരുന്നു ആശ്വാസം നൽകിയിരുന്നത്. അവളൊരു തൂപ്പുകാരിയല്ലായിരുന്നെങ്കിൽ തനിക്ക് കെട്ടാമായിരുന്നു. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത മനസ്സ് വെറുതെ മോഹിക്കുന്നു. അതേസമയം സെബാൻ മാഷ് എങ്ങനെയും വളർക്കണമെന്ന ചിന്തയായിരുന്നു ജെന്നിഫറിനും. അത് തന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ അറിയിച്ചിട്ടൊന്നുമില്ല. തന്റെ പെരുമാറ്റവും സ്നേഹവും മനസ്സും കണ്ടുകൊണ്ട് വേണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. മനസ്സിന്റെ നന്മയും പ്രണയത്തിന്റെ നന്മയിലും തിരിച്ചറിഞ്ഞ് തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന സ്നേഹമേ ശാശ്വതമായിട്ടുണ്ടാവുകയുള്ളൂ. സെബാൻ മാഷിൽ ജെന്നിഫറിനുള്ള സ്നേഹവും പ്രണയവും വളർന്നു വന്നു.
പലതും ചോദിച്ചുകൊണ്ട് അവൾ അടുത്ത് വരുമ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് കുറച്ച് വാക്കുകൾ കൊണ്ട് ഉത്തരം നൽകി സ്ഥലം വിടുകയാണ് പതിവ്. ഇവളങ്ങനെ തന്റെ ഹൃദയം കവർന്നു പോയാൽ പിന്നെ തനിക്ക് തന്നെ നഷ്ടപ്പെടും. ആ ഒരു അവസ്ഥയിലെത്താതിരിക്കാൻ അയാൾക്ക് ഒരേ സമയം പ്രണയവും വൈരാഗ്യവും പുലർത്തേണ്ടി വന്നു. തൊഴിലുകൾ തമ്മിലുള്ള അന്തരം കൊണ്ട് ഈ വിവാഹത്തിന് അമ്മച്ചി സമ്മതിക്കില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മനസ്സിനെ വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറായില്ല. ഏകദേശം 25 ദിവസത്തോളമായി ജെന്നിഫർ ആ കോളേജിൽ തൂപ്പ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏതായാലും സെബാൻ മാഷോട് തന്റെ ഉള്ളിലുള്ള കാര്യം പറയണം. അന്ന് ജെന്നിഫർ മാഷോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ജെന്നിഫറിന് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ വെറുതെ ഒരു പ്രേമം കളിച്ച് നടക്കാനൊന്നും സമയമില്ല. വീട്ടിലാണെങ്കിൽ കല്യാണം കഴിക്കാൻ വെച്ച് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. നിന്നെ കൊതിപ്പിച്ചിട്ട് പിന്നെ വിട്ടുകളഞ്ഞെന്ന പരാതി കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് പറയാത്തത്. അപ്പൊ നിങ്ങൾ എൻ്റെ മനസ്സിനെയോ എന്നിലെ പെണ്ണിനെയോ ഒന്നും സ്നേഹിക്കുന്നില്ല, തൊഴിലിനെ മാത്രമാണല്ലേ? ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നിങ്ങളൊക്കെ യാഥാസ്ഥിതിക മനസ്സിലെ ഒരു അടിമയെ പോലെ എന്തുകൊണ്ട് വികാരത്തെ ആഗ്രഹങ്ങൾ തളച്ചിരുന്നില്ലെന്ന അത്ഭുതം. ഞാൻ പറഞ്ഞല്ലോ, ബി പ്രാക്ടിക്കൽ. ഒരു തേപ്പുകാരൻ്റെ വേഷം എടുത്തിട്ട് എനിക്കാവില്ല. അതുകൊണ്ടാ. ആയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഞാനീ 2 ദിവസമായി കോളേജിൽ ജോലിക്കുണ്ടാകുള്ളൂ. അമ്മയ്ക്ക് അസുഖമൊക്കെ ഭേദമായി. ഇനി അമ്മച്ചായിരിക്കും ഇവിടെ പഴയതുപോലെ തൂപ്പ് ജോലിക്ക് വരിക. ആണോ? ജെന്നിഫർ 2 ദിവസം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയെന്ന് ഓർത്തപ്പോൾ അയാളുടെ ഉള്ളിലൊരു വിങ്ങൽ. ശരി മാഷെ, അപ്പോ ആവും പറഞ്ഞ് ജെന്നിഫർ തിരിഞ്ഞു നടന്നു. സത്യത്തിൽ അവൾ നടന്നു പോകുമ്പോൾ എന്നേക്കുമായി തന്റെ മനസ്സിൽ നിന്ന് അവൾ അകന്നു പോവുകയാണോ എന്ന് അയാൾക്ക് തോന്നിപ്പോയി. ജെന്നിഫർ ഇല്ലാതെ, അവളുടെ ചൂലിന്റെ ശബ്ദമില്ലാതെ ഒരാഴ്ച കടന്നുപോയി. അന്ന് ശനിയാഴ്ചയായിരുന്നു. ജെന്നിഫറിന്റെ ഫോണിൽ മാർഗറ്റ് മേഡത്തിന്റെ കോള് വന്നു. വൈകിട്ട് 3 മണിക്ക് സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സുമായി കോളേജിൽ വരണം. പറഞ്ഞ സമയത്ത് അവൾ ഒരുങ്ങി കോളേജിൽ ചെന്നു. കോളേജ് മാനേജ്മെന്റ് അടിയന്തരമായി ഏർപ്പെടുത്തിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നത്. അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇന്റർവ്യൂ ബോർഡ് പരിശോധിച്ചു. അവളുടെ ടീച്ചിങ് എക്സ്പീരിയൻസും സ്കിൽസും വെളിപ്പെടുത്തുന്ന രേഖകൾ, പിന്നെ സംസ്ഥാന തലത്തിൽ 11ാം റാങ്കാരിയും അതൊക്കെ മതിയായിരുന്നു അവളവിടെ പ്രൊഫസറായിട്ട് നിയമനം ചെയ്യാൻ. പക്ഷെ ഒരു തിങ്കളാഴ്ചയായിരുന്നു. പഴയ ചുരിദാറൊക്കെ മാറ്റി ഭംഗിയുള്ള സാരി എടുത്ത ഒരു കോളേജ് പ്രൊഫസറിന്റെ വേഷത്തിൽ അവളൊരു ഒഫീഷ്യൽ ബാഗ് തൂക്കി കോളേജിലേക്ക് വരുന്നുണ്ട്. സെബാൻ മാഷ് എന്ന് അമ്പരന്നു. അവൾ അടുത്തെത്തിയപ്പോൾ അയാൾ തമാശ രൂപേണ ചോദിച്ചു, സ്വീപ്പർ ജോലിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി അറ്റൻഡർ ആയോ? മാഷിന്റെ കോമഡി വാക്കാതെ ജെന്നിഫർ നേരെ ഇംഗ്ലീഷ് ലിറ്ററസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോയി. സെബാൻ മാഷ് വാപ്പിലെന്ന് നോക്കിയാണ്. തുടർന്ന് തടിച്ച പുസ്തകവുമായി ക്ലാസ് റൂമിലേക്ക് കയറിപ്പോകുന്ന ജെന്നിഫറിനെ കണ്ട് മാഷിന് സംശയമായി. അയാൾ ഉടനെ പ്രിൻസിപ്പളുടെ റൂം ലക്ഷ്യമാക്കി നടന്നുപോയി. മാഡം മാർഗരറ്റ് പ്രിൻസിപ്പളുടെ റൂമിന്റെ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. മാഡം, ഇത് ശരിയായില്ല കേട്ടോ. എന്താ കാര്യം സെബാൻ മാഷേ? ഒരു സ്വീപ്പറെ പിടിച്ച് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ പറഞ്ഞേക്കുന്നത് കുട്ടികളോട് ചെയ്യുന്ന വഞ്ചനയാ. അമ്മയെടുത്ത തൂപ്പുകാരിയാണെന്ന് വെച്ച് മകൾക്ക് എന്ത് ജോലി നൽകുന്ന പ്രവണത ശരിയല്ല. 1 മാസക്കാലത്തോളം ഇവിടെ തൂപ്പുകളിൽ ഇതൊരു പെൺകുട്ടിയല്ലേ? ഇത് വേഷം മാറി വന്നാലൊന്നും അറിയാതിരിക്കില്ലല്ലോ. മാഷ് പ്രിൻസിപ്പൾ പറയുന്ന കുറച്ച് കുട്ടികൾ കേട്ടു. അതെ, അവരുടെ സ്വീപ്പർ ജോലി ഇന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ വെച്ച് ക്ലാസ് എടുത്ത് ഞങ്ങളെ വിഡികളാക്കിയാണോ പ്രിൻസിപ്പാൾ? അവർ പെട്ടെന്ന് മറ്റു കുട്ടികളെ വിളിച്ചു കൂട്ടി ഒരു സമരമുറക്ക് ഒരുങ്ങിയായിരുന്നു. അവരിൽ ചിലർ കൈപ്പൊക്കി പിടിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അനധികൃത നിയമനം ഒഴിവാക്കുക, പിൻവാതിൽ നിയമനം ഒഴിവാക്കുക, സ്വജനപക്ഷപാത അവസാനിപ്പിക്കുക, പ്രിൻസിപ്പൽ നീതി പാലിക്കുക. അതിന് പ്രിൻസിപ്പൾ ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി നൽകിയത്. എന്നിട്ട് അവരെക്കാൾ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു, എടാ പൊട്ടന്മാരെ, ആ നോട്ടീസ് ബോർഡ് ശ്രദ്ധിക്ക്. ശനിയാഴ്ച 3 മണിക്ക് ആ കുട്ടിക്ക് കോളേജിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 11ാം റാങ്കാരിയാണ് അവള് ഈ സംസ്ഥാനത്ത്. അറിയാമോ? ആ കുട്ടി എമ്മട്ടാ, അതും 11ാം റാങ്കോടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പാസ്സായത്. അറിഞ്ഞില്ലെങ്കിൽ ഗസ്റ്റിൽ പോയി നോക്ക്. അമ്മച്ചിക്ക് വയ്യാകിയായപ്പോൾ 4 ദിവസം ഇവിടെ നിന്ന് മുറ്റടിച്ചെന്ന് വെച്ച് അവൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലിറ്ററസി ക്ലാസ് എടുക്കാൻ അവൾ ആപ്റ്റാണ്. അതിനുള്ള ക്വാളിഫിക്കേഷനാണ് അവൾ നേടിയത്. ഏടോ, തൊഴിലേതായാലും അത് ആത്മാഭിമാനത്തോടെ എടുക്കുമ്പോഴാണ് അത് പുണ്യപ്രവൃത്തിയാവുന്നത്. ജെന്നിഫറിന്റെ ക്ലാസ് മനോഹരമായിരുന്നുവെന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിലെ കുട്ടികളിൽ നിന്നും പ്രിൻസിപ്പൾ മനസ്സിലാക്കി. സെബാൻ മാഷിനും വല്ലാത്ത ലജ്ജ തോന്നി. താൻ വിഡ്ഢിയെ പോലെ അവരെ മനസ്സിലാക്കിയില്ല. പക്ഷേ ജെന്നിഫർ ആവട്ടെ ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ ക്ലാസ് മനോഹരമായിക്കൊണ്ടിരുന്നു. ഒടുവിൽ പിറ്റേ ദിവസം തന്നെ സെബാൻ മാഷ് ജെന്നിഫറോട് ക്ഷമാപണം നടത്തി. എനിക്ക് സംശയം ഉണ്ടായിരുന്നു വലിയ പഠിത്തമൊക്കെ പഠിച്ച ആളാണെന്ന്. പിന്നെ ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി നമ്മളെ പ്രണയം വിവാഹം ആലോചിക്കാൻ കേട്ടോ. എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. ഇയാളെ തൊഴിലിനെ സ്നേഹിക്കുന്ന ആളാണല്ലോ, എന്നെ അല്ലല്ലോ. ജെന്നിഫർ സെബാനെ നോക്കാതെ മുകളിലെ സീലിംഗ് നോക്കി പറഞ്ഞു, പ്ലീസ് ജെന്നിഫർ, അതൊക്കെ വിട്. അതിന്റെ യഥാർത്ഥ വശം ഞാൻ പല രീതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ വരികയുള്ളൂ എന്ന് ജെന്നിഫറിന് അറിയാം. സെബാൻ മാഷെ, എനിക്ക് ആളെ ഇഷ്ടക്കുറവൊന്നുമില്ല. അയ്യോ, സെബാൻ മാഷി കൈ ഉയർത്തി അറിയാതെ പറഞ്ഞുപോയി. തുടർന്ന് ആ കലാലയത്തിന്റെ പല ഭാഗങ്ങളിലും അവരുടെ പ്രണയബന്ധത്തിന് അനർഘ നിമിഷങ്ങൾ കൊണ്ട് പൂത്തുലഞ്ഞു. അമ്മച്ചി, കൂടെ പഠിപ്പിക്കുന്ന ആരെങ്കിലും സ്നേഹിച്ച കുഴപ്പമുണ്ടോ? ഇപ്പൊ ഞാൻ എന്റെ സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, കോളേജിൽ വെച്ച് തന്നെ. അതൊരു പ്രൊഫസറാണ്, ഇംഗ്ലീഷ് പ്രൊഫസർ. ആണോ മോനെ? ആൾക്ക് നിന്നെ ഇഷ്ടമാണോ? എന്നെ മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ അമ്മച്ചി. ആണോ? എന്നാ കല്യാണം കഴിക്കടാ അവിടെ. സെബാൻ മാസ്റ്റർ അപ്പച്ചനും അമ്മച്ചിയും കൂട്ടി വീട്ടിൽ പെണ്ണന്വേഷിച്ചു ചെന്ന് റോസമാരെ സ്വീകരിച്ചിരുത്തി. കുട്ടിയോട് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് നമുക്കിത് അങ്ങോട്ട് നടത്താല്ലേ? സെബാന്റെ അപ്പച്ചനാണ് ചോദിച്ചത്. അതന്നെ, പിന്നെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് അങ്ങനെ ആവട്ടെ. തുടർന്ന് അവർ വിവാഹിതരായി. ഒന്നുചേരാൻ ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. ആദ്യ രാത്രി പാലും കൊണ്ടുവരികയായിരുന്ന ജെന്നിഫർ ബെഡ്റൂമിന്റെ കഥ തുറന്ന് അകത്ത് പ്രവേശിക്കുകയായിരുന്നു. ആ സമയത്ത് പുറത്തിറങ്ങാൻ ഒരുങ്ങിയ സെബാനുമായി അവൾ കൂട്ടിമുട്ടി. അവളുടെ കയ്യിലെ പാൽ ഗ്ലാസ് അവന്റെ പാന്റിന്റെ മുന്നിലേക്ക് മറിഞ്ഞു. എന്റെ അമ്മച്ചിയേ!
ചൂടുപാറി വീണ് പൊള്ളിയ ഭാഗം പൊത്തിപ്പിടിച്ച് താഴേക്ക് ഓടി. സ്റ്റെയർ കേസ് വഴി താഴത്തേക്ക് ഓടുന്ന അവനെ നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു. കോളേജിന്റെ നാടിൽ അസ്ഥി കൂടവും പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ മുഴങ്ങിയ അതേ ചിരി.